അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ബലിപ്പെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ ഒറ്റ വീഡിയോ കണ്ടാൽ നമ്മുടെ കൂട്ടത്തിലെ എല്ലാവർക്കും ഈ വർഷം ഒരു തെറ്റുമില്ലാതെ ഈ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ പറ്റും. അത്രത്തോളം ലളിതമായി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന രൂപവും ജമാഅത്തായി നിർവഹിക്കുന്ന രൂപവും എല്ലാം കൃത്യമായി പറഞ്ഞു തരും. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ, അതുപോലെ ഒരുപാട് പുരുഷന്മാർ, ചെറിയ കുട്ടികൾ, മുതിർന്ന ആളുകൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ലളിതമായ ഒരു അവതരണമായിരിക്കും ഇത്. ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കൃത്യമായ ഒരു രൂപം പ്രാക്ടിക്കൽ മോഡിലായിരിക്കും ഞാൻ അവതരിപ്പിച്ചു തരാം. ആദ്യം എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒന്ന്, ഈ ബലിപ്പെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിന് കൃത്യമായ രൂപം ചൊല്ലിത്തരികയാണ്. ഒപ്പം ഇതിൽ നമ്മൾ ചൊല്ലേണ്ട തക്ബീറുകൾ, ആ തക്ബീറുകൾക്കിടയിലുള്ള തസ്ബീഹ്, ഈ തക്ബീർ മറന്നാലുള്ള പരിഹാരം, ഈ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്തുകൾ, ഈ സൂറത്ത് അറിയുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ ഈ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ നിയത്ത് കരുതേണ്ട രൂപം തുടങ്ങി എല്ലാ വിഷയങ്ങളും പറയാം. ഇതിനുവേണ്ടി ബാങ്ക് വിളിക്കണോ, ഇക്കാമത്ത് വിളിക്കണോ, ഈ നിസ്കാരം നിർവഹിക്കേണ്ട സമയം, ഈ സമയത്ത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലുള്ള പരിഹാരം തുടങ്ങിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏതായാലും നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇതിൻ്റെ കൃത്യമായ ഒരു പ്രാക്ടിക്കൽ മോഡൽ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഈ ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളും കുറച്ച് വിഷയങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം എന്നുള്ളത്. അതായത് ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്നതാണ് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം. അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും ഈ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട മുഖയ്യതായ സുന്നത്ത് നിസ്കാരങ്ങൾ പ്രധാനമായും 2 തരത്തിലാണ് വരിക. ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ. എന്നാൽ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് ഈ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് സുന്നത്താണ്. ആവശ്യം മനസ്സിലാക്കുക. അവ പറ്റുന്ന ആളുകൾ ജമാഅത്തായി തന്നെ നിർവഹിക്കാം. ഇനി ജമാഅത്തായി നിർവഹിക്കാൻ സാധിക്കുന്നില്ല, ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിലും ശരിയാകും. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ വീടിൽ ഒന്നിലധികം ആളുകളില്ല, ഇനി ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ ജമാഅത്തായി രൂപപ്പെടുത്തുന്നില്ല, മറിച്ച് ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതിയാകുമോ എന്നുള്ളത്. ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ഇതിന്റെ പുണ്യം കരസ്ഥമാകും. ജമാഅത്ത് സാധിക്കുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാം. ഒറ്റയ്ക്കെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാരാണെങ്കിൽ മാക്സിമം പള്ളികളിൽ പോയി ജമാഅത്തായി നിർവഹിക്കുക, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ വെച്ച് അവർ നിർവഹിക്കുക. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളാണെങ്കിൽ മാക്സിമം വീടുകളിലാണ് നിസ്കരിക്കേണ്ടത്. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ നിസ്കാരം നിർവഹിക്കേണ്ട സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കൃത്യമായി ശ്രദ്ധിക്കാം. അതായത് പെരുന്നാൾ ദിനം, ബലിപെരുന്നാൾ ദിനം, നമ്മുടെ കേരളക്കരയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ 2025 വിശുദ്ധമായ ബലിപെരുന്നാൾ ദിനം കടന്നു വരുന്നത് ജൂൺ 7-ാം തീയതി ശനിയാഴ്ചയാണ്. പല ഗൾഫ് നാടുകളിലും ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഏതായാലും ഈ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ട സമയം ബലിപെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെയാണ് ഇതിന്റെ സമയം. ഉച്ചവരെ ഇതിനക്ക് സമയമുണ്ട്, കൃത്യമായി മനസ്സിലാക്കാം. ഈ സൂര്യൻ ഉദിച്ചത് മുതൽ തന്നെ ഇതിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര ഖദർ ഉയർന്നതിന് ശേഷം, അതായത് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സൂര്യൻ രാവിലെ ഒരു 6:05 സൂര്യൻ ഉദിക്കുന്നു എന്ന് വെക്കാം. എന്നാൽ ഒരു 6:25 ശേഷം നിസ്കരിക്കാം. ആവശ്യം മനസ്സിലാക്കാം. അങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഉച്ചവരെ ഇതിനക്ക് സമയമുണ്ട്. ഇനി ഒരു വ്യക്തിക്ക് ഉച്ചയ്ക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവനിക്ക് പരിഹാരമുണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും ഈ നിസ്കാരത്തെ ഖദാ വീട്ടുക. മാക്സിമം നമ്മൾ അതായി തന്നെ നിർവഹിക്കാൻ ശ്രമം നടത്താം. ഇനി ഈ സമയത്ത് നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ഖദാ വീട്ടലും സുന്നത്താണ്. ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഇതിന്റെ രൂപം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരികയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് സുന്നത്ത് നിസ്കാരമാണ്. ഇവിടെ ഈ ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി ബാങ്കും ഇക്കാമത്തും വിളിക്കേണ്ടതില്ല. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ബാങ്കും ഇക്കാമത്തും വിളിക്കേണ്ടതില്ല. മറിച്ച് നമുക്കറിയാം, പെരുന്നാളിന്റെ രാവും അതുപോലെ അതിരാവിലെയുള്ള സമയങ്ങളൊക്കെ നിരന്തരമായി തക്ബീർ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി തക്ബീറൊക്കെ ചൊല്ലുന്നുണ്ടാകും. അങ്ങനെ നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ നിയത്ത് കരുതുക. എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്? ഉസുല്ലി സുന്നത്ത ഈദിൽ അദ്ഹ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. നിയത്തിന്റെ പൂർണ്ണമായ രൂപം പറഞ്ഞു തരികയാണ്.
ഉസുല്ലി സുന്നത്ത ഈദിൽ അദ്ഹ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. ബലി പെരുന്നാളിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇതാണ് നിയത്ത്. എങ്ങനെയാണ് നിയത്ത്? ഉസുല്ലി സുന്നത്ത ഈദിൽ അദ്ഹ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ബലി പെരുന്നാളിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയത്ത്. ഇനി ഒരാൾക്ക് നിയത്ത് അറബിയിൽ അറിയുന്നില്ല എങ്കിൽ മലയാളത്തിൽ കരുതാം. മലയാളത്തിൽ കരുതിയാലും ശരിയാകും. ആവശ്യം നമ്മൾ മനസ്സിലാക്കണം. അറബിയിൽ തന്നെ നിർബന്ധമില്ല. അറബിയിൽ അറിയുന്നില്ല എങ്കിൽ മലയാളത്തിൽ കരുതിയാൽ മതി. ഏറ്റവും ചുരുക്കിയിട്ട് ബലി പെരുന്നാളിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും മതി. ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഈ നിയത്തിൽ നമുക്കറിയാം, ഇവിടെ ഇമാമായി നിൽക്കുന്ന ആളുകൾ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം കരുതുക. ഇനി മഅ്മൂമിങ്ങളാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളത് നിയത്തിൽ പ്രത്യേകം കരുതുക. മറ്റു നിസ്കാരങ്ങളെ പോലെ തന്നെ ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയത്ത് കരുതിയാൽ മതി. ഇനി ഈ നിയത്തോടെ കൂടെ കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മൾ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി കൈകെട്ടും. ഈ തക്ബീർ എന്നുള്ളത് എല്ലാ നിസ്കാരത്തിലും നമ്മൾ ചൊല്ലുന്ന തക്ബീറാണ്. ആ നിയത്തോടെ കൂടെ നമ്മൾ തക്ബീർ ചൊല്ലി കൈകെട്ടുമല്ലോ. ആ തക്ബീർ എന്നുള്ളത് എല്ലാ നിസ്കാരത്തിലും നമ്മൾ ചൊല്ലുന്ന തക്ബീറാണ്. ആ തക്ബീറിനെക്കാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. ഈ തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ളത് നിസ്കാരത്തിന്റെ 2ാമത്തെ ഫർളാണ്. അപ്പൊ ഈ നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് ഇവിടെയും നിർബന്ധമുള്ള കാര്യമാണ്. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മൾ തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ ഉടനെ നമ്മൾ വജ്ഹ് തോതുകയാണ് വേണ്ടത്, എല്ലാ നിസ്കാരത്തെ പോലെ. അപ്പൊ ഈ പെരുന്നാൾ നിസ്കാരത്തിലും തക്ബീറിന് ഉടനെ നമ്മൾ വജ്ഹ് തോതുക. ആവശ്യം മനസ്സിലാക്കാം. വജ്ഹ് തോതുക എന്നുള്ളത് സുന്നത്താണ്. ഇനി വജ്ഹത്ത് ഓതിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം അല്ലാഹു അക്ബർ എന്നിങ്ങനെ തക്ബീർ ചൊല്ലി കൈകെട്ടുക. 1 പ്രാവശ്യമായല്ലോ, അല്ലാഹു അക്ബർ. 2 പ്രാവശ്യമായല്ലോ. ഇങ്ങനെ 1ാമത്തെ റകഅത്തിൽ വജ്ഹത്തുവിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ ബലി പെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിൽ 1ാമത്തെ റകഅത്തിൽ വജ്ഹത്തുവിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക എന്നുള്ളത് സുന്നത്താണ്. ഇത് സുന്നത്തായ തക്ബീറാണ്. 7 പ്രാവശ്യം. ഇവിടെ ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് പറയലും സുന്നത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി കൈകെട്ടി വജ്ഹ് തോതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി കൈകെട്ടി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് പറയാം. വീണ്ടും തക്ബീർ ചൊല്ലി കൈകെട്ടുക. വീണ്ടും ഇതേ തസ്ബീഹ് പറയാം. ഇങ്ങനെ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക. ഓരോ തക്ബീറുകൾക്കിടയിലും ഈ തസ്ബീഹ് പറയുക എന്നുള്ളതും സുന്നത്താണ്. ഏത് തസ്ബീഹാണ് പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹാണ് പറയേണ്ടത്. ഇനി 7ാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ 7ാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ പിന്നീട് ഈ തസ്ബീഹ് പറയേണ്ടതില്ല. 7ാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ നേരെ ഔദോതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. നമുക്കറിയാം ഫാത്തിഹ എന്നുള്ളത് നിർബന്ധമാണ്. അത് ഈ പെരുന്നാൾ നിസ്കാരത്തിലും നിർബന്ധമാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ സൂറത്ത് ഓതുകയാണ് വേണ്ടത്. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. ആവശ്യം മനസ്സിലാക്കാം. അങ്ങനെ ജമാഅത്ത് അനുസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് എല്ലാവരും മനസ്സിലാക്കാൻ കൃത്യമായ രൂപം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരികയാണ്. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ സൂറത്ത് ഓതുകയാണ് വേണ്ടത്. ഇനി സൂറത്ത് ഓതുമ്പോൾ മനസ്സിലാക്കാം, പെരുന്നാൾ നിസ്കാരത്തിൽ 1ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖാഫ് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. 1ാമത്തെ റകഅത്തിൽ സൂറത്ത് ഖാഫ് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. 2ാമത്തെ റകഅത്തിൽ സൂറത്തുൽ ഖമർ ഇഖ്തറബത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖമർ ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ 1ാമത്തെ റകഅത്തിൽ സൂറത്തുൽ ഖാഫും 2ാമത്തെ റകഅത്തിൽ സൂറത്തുൽ ഖമറും ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഇനി ഒരാൾക്ക് ഈ സൂറത്ത് അറിയില്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഈ സൂറത്തുകൾ അറിയുന്നുണ്ടാവില്ല, എന്നാൽ വിഷമിക്കേണ്ട, വേറൊരു ഓപ്ഷൻ ഉണ്ട്. 1ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മ ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ 2ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഹൽ അതാക ഓതലും പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ 1ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മ ഓതുക, 2ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഹൽ അതാക ഓതുക എന്നുള്ളതും സുന്നത്താണ്. ഇനി ഈ സൂറത്തും അറിയുന്നില്ല, മാക്സിമം ഈ സൂറത്ത് അറിയുന്നെങ്കിൽ ഈ സൂറത്ത് ഓതാ. ഇനി ഈ സൂറത്ത് അറിയുന്നില്ല എങ്കിലും വിഷമിക്കേണ്ട, പറ്റുമെങ്കിൽ 1ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനെയും 2ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും ഇങ്ങനെയും ഓതാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ 1ാമത്തെ റകഅത്തിൽ സബ്ബിഹിസ്മയും 2ാമത്തെ റകഅത്തിൽ ഹൽ അതാകയും ഓതുക. ഇതും അറിയുന്നില്ല എങ്കിൽ 1ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനെയും 2ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം
സൂറത്തുൽ ഇഖ്ലാസും ഓതാം. ഇനി ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സൂറത്ത് ഓതാം. അറിയുന്ന സൂറത്ത് ഓതിയാലും സൂറത്ത് ഓതുക എന്നുള്ളതിന്റെ പ്രതിഫലം ലഭ്യമാകും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ്. ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. അങ്ങനെ ഫാത്തിഹയും സൂറത്തും ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ റുക്കൂയിലേക്ക് പോവുക. റുക്കൂ, എഴുത്തിദാല്, സുജൂദുകൾക്കിടയിൽ ഇരുത്തം, രണ്ടാം സുജൂദ്, ഇവയൊക്കെ സാധാരണ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. എന്നിട്ട് രണ്ടാം സുജൂദും കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ തക്ബീർ ചൊല്ലി ഉണരും. രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉണരും. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എത്തിയാൽ, അതായത് രണ്ടാം സുജൂദിലും തക്ബീർ ചൊല്ലി ഉണർന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇങ്ങനെ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക. ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ 7 പ്രാവശ്യമാണ് തക്ബീർ ചൊല്ലിയത്. രണ്ടാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക. ആവശ്യം മനസ്സിലാക്കാം. ഇവിടെയും ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് പറയാം. ഇനി 5ാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ ഈ തസ്ബീഹ് പറയേണ്ടതില്ല. പിന്നെ നേരെ സൂറത്തുൽ ഫാത്തിഹ ഓതുക, പിന്നെ സൂറത്ത് ഓതുക. പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സൂറത്ത് ഓതുക. പിന്നെ റുക്കൂ, ഇഅ്തിദാല്, സുജൂദുകൾക്കിടയിൽ ഇരുത്തം, രണ്ടാം സുജൂദ്, ഇവയൊക്കെ കഴിഞ്ഞ് അവസാനം അത്തഹിയാത്തിന് വേണ്ടി ഇരുന്ന് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആവും ഒക്കെ സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്നത് പോലെ ചൊല്ലി നമ്മൾ സലാം വിട്ട. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ നമ്മൾ സലാം വിട്ട് കയ്യലോട് കൂടെ നമുക്ക് വളരെ റാഹത്തായി 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ പറ്റി. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് വിഷയങ്ങൾ കൂടി പറഞ്ഞു തരികയാണ്. ഒന്ന്, ഒരാൾ തക്ബീർ മറന്ന് നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതായത് നിയത്തോടെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി വജ്ഹ് തോതിയിട്ടോ അല്ലെങ്കിൽ വജ്ഹ് തോതാതെയോ തക്ബീർ മറന്ന് നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് തക്ബീറിന് വേണ്ടി മടങ്ങേണ്ടതില്ല. ആവശ്യം മനസ്സിലാക്കാം. തക്ബീർ ചൊല്ലാതെ, അതായത് ഒന്നാമത്തെ റക്അത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള 5 തക്ബീറും ചൊല്ലാതെ നിസ്കരിച്ചാലും നിസ്കാരം ശരിയാകും. ഈ തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. പറ്റുമെങ്കിൽ ഈ തക്ബീറൊക്കെ ഓർത്ത് ചൊല്ലി തന്നെ നിസ്കരിക്കാൻ ശ്രമം നടത്താം. ഇനി എങ്ങാനും ഒരാൾ തക്ബീർ മറന്ന് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് തക്ബീറിന് വേണ്ടി മടങ്ങേണ്ടതില്ല. ഇനി മാത്രമല്ല, ഈ തക്ബീർ മറന്നതിന്റെ പേരിൽ സഹവിന്റെ സുജൂദും ചെയ്യേണ്ടതില്ല. കാരണം സഹവിന്റെ സുജൂദ് ചെയ്യാൻ അബാദ സുന്നത്തുകൾ ഒഴിവാക്കുമ്പോഴാണ്. ഇത് അബാദ സുന്നത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. അതുകൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഹൈആത്ത് സുന്നത്തുകളുടെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഈ തക്ബീർ ഒരാൾ മറന്നാൽ ഈ തക്ബീർ മറന്നതിന്റെ പേര് സഹവിന്റെ സുജൂദും ചെയ്യേണ്ടതില്ല. ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. തക്ബീർ മറന്ന് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് തക്ബീറിലേക്ക് മടങ്ങേണ്ടതില്ല. അതേപോലെ ഈ തക്ബീർ മറന്നതിന്റെ പേരിൽ സഹവിന്റെ സുജൂദും ചെയ്യേണ്ടതില്ല. ഇനി ഒരാൾക്ക് ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ മറന്നാൽ രണ്ടാമത്തെ റക്അത്തിൽ തക്ബീർ ചൊല്ലാം. ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് ഉറക്കെയാണ് തക്ബീർ ചൊല്ല. അതേപോലെ മഅ്മൂമിങ്ങളും ഉറക്കെ തന്നെ തക്ബീർ ചൊല്ല. അതായത് 7 സ്പെഷ്യൽ ആയിട്ടുള്ള തക്ബീർ പറഞ്ഞല്ലോ, അത് മഅ്മൂമിങ്ങളും ഉറക്കെ തന്നെ ചെല്ലാം. ഇനി തക്ബീറുകൾക്കിടയിലുള്ള തസ്ബീഹ് ഇമാമാണെങ്കിലും മഅ്മൂമിങ്ങളാണെങ്കിലും പതുക്കെയാണ് ചൊല്ലേണ്ടത്. ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഇനി അതേപോലെ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞ് നമുക്ക് ഫാത്തിഹ ഓതാൻ കിട്ടുമെന്ന്, അതായത് മഅ്മൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ കിട്ടുമെന്ന്, സമയം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇമാമിന്റെ ഫാത്തിഹ കേൾക്കാം. അതിനുശേഷം നമ്മൾ ഫാത്തിഹ ഓതുക. അങ്ങനെയാണ് ചെയ്യുന്നത്. സാധാരണ ജമാഅത്തുള്ള നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. ആവശ്യം മനസ്സിലാക്കാം. ഇനി നമ്മൾ അവസാനം സലാം വീട്ടി കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരമാണ് നിർവഹിക്കുന്നത്. ഏറെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. നമുക്ക് അറിയുന്ന രൂപത്തിൽ ദുആ ചെയ്യാം. അത് അറബിയിലോ മലയാളത്തിലോ എങ്ങനെയാണോ നമുക്കറിയുന്നത് ആ രൂപത്തിൽ നമുക്ക് ദുആ ചെയ്യാം. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ആവശ്യം മനസ്സിലാക്കാം. ഇനി പെരുന്നാൾ നിസ്കാര ശേഷം പുരുഷന്മാരുടെ ജമാഅത്താണെങ്കിൽ 2 ഖുത്ബ ഓതുക എന്നുള്ളത് സുന്നത്താണ്. പെരുന്നാൾ നിസ്കാര ശേഷം അത് പുരുഷന്മാരുടെ ജമാഅത്തിലാണ് സുന്നത്തുള്ളത്. അത് സ്ത്രീകൾ ഓതേണ്ടതില്ല. അതേപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളും ഇങ്ങനെ ഖുത്ബ ഓതേണ്ടതില്ല. ഈ വിഷയം ശ്രദ്ധിക്കാം. അപ്പോൾ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ കൃത്യമായ രൂപം പറഞ്ഞുകൊണ്ടുള്ള വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധമായ ബലിപെരുന്നാളും തുടർന്നുള്ള ദിനങ്ങളും വളരെ റാഹത്തോടെ കൊണ്ടാടാനും നല്ല രൂപത്തിൽ ജീവിതം കൊണ്ടാടാനും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് കൂടി ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ വസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.